നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കർശന നടപടിയെന്ന് പ്രധാനമന്ത്രി. നിർണായക തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ അടുത്തയാഴ്ച പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കും. മോദിയുടെ പ്രസ്താവന അർദ്ധരാത്രിയിലെ സമൂഹ മാധ്യമ പോസ്റ്റ്. पेपर लीक घटना से गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं कि विद्यार्थियों का एक वर्ष बर्बाद न हो. പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശത്തെ പരിഹസിച്ച് അഭിജിത്ത് ദിവക്കെ. മതിലില്ലാത്ത വീടിന്റെ ഗേറ്റ് പൂട്ടുന്ന ചിത്രം പങ്കുവച്ച് പരിഹാസം. വിദ്യാർത്ഥികളുടെ ബുദ്ധിശക്തിയെ അപമാനിക്കരുതെന്ന് അഭിജിത്ത്. ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്നും CJP സ്ഥാപകൻ. ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ച് സോനം വാങ്ചുക്. തീരുമാനം JG നദ്ദയും ജിതേന്ദ്ര സിംഗും ആശുപത്രിയിൽ എത്തി ചർച്ച നടത്തിയതിന് പിന്നാലെ സോനത്തിന് വെള്ളം നൽകിയത് കേന്ദ്രമന്ത്രിമാരും ഭാര്യ ഗീതാഞ്ജലിയും ചേർന്ന്. സോനം വേഗം ആരോഗ്യം വീണ്ടെടുക്കണമെന്ന് പ്രധാനമന്ത്രി. CJP സമരത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്ത SFI. മുഴുവൻ ക്യാമ്പസുകളിലും പ്രതിഷേധമെന്ന് നേതൃത്വം. ജന്തർ മന്ദറിലെ സമരത്തിൽ അണിചേരാൻ കേരളത്തിൽ നിന്നുള്ള നേതാക്കളും. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഏകദിന ഉപവാസം നടത്താൻ DYFI. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ച് CPIM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന് സംസ്ഥാന കമ്മിറ്റിയിൽ അംഗീകാരം. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണമെന്ന് വ്യക്തമാക്കി കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. 2 ദിവസങ്ങളിലായി ചേരാൻ നിശ്ചയിച്ചിരുന്ന യോഗം 1 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു. ക്രൊയേഷ്യൻ നായകൻ ലൂക്ക മോഡ്രിച്ച് AC മിലാനിൽ തുടരും. 1 വർഷത്തേക്ക് കൂടി കരാർ നീട്ടി. മിലാൻ സീസണിൽ കളിക്കുന്നത് പുതിയ പരിശീലകൻ അമോറിമിന് കീഴിൽ.